ഇത് നമ്മുടെ ഒരു OP-ൽ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ്. ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന പേഷ്യൻ്റാണ്. SLE എന്ന് പറഞ്ഞ അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു പേഷ്യൻ്റാണ്. ലൂപ്പസ് ആയിരുന്നു, നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അസുഖം ഭയങ്കരമായിട്ട് കൂടിയിട്ട് സ്കിന്നിൽ റാഷായിട്ടും സന്ധികളിൽ വേദനയും കൂടി പേഷ്യൻ്റ് OP-ൽ വന്നു. അപ്പോൾ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം വളരെ സിക്കായിരുന്നു, കിഡ്നി അസുഖം ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴാണ് ഈ കുട്ടി കഴിച്ചിരിക്കുന്ന HCQ, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വാതരോഗത്തിന് ഉപയോഗിക്കുന്നൊരു മരുന്നാണ്. ഏറ്റവും പല അസുഖങ്ങളിലും ഹൈഡ്രോക്സിക്ലോറോക്വിൻ അഥവാ HCQS എന്നൊക്കെ പറയുന്ന മരുന്ന് നമ്മൾ വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് മേടിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് മെഡിക്കൽ സ്റ്റോറിലെ ഒരാൾ പറഞ്ഞു, ഈ മരുന്നും കഴിക്കില്ല, ഇത് മരുന്ന് കഴിച്ചാൽ കണ്ണടിച്ച് പോകും. ഇതായിരുന്നു സിമ്പിളായിട്ട് പറഞ്ഞത്. ഇത് കണ്ണിന് ഭയങ്കര ദോഷമുള്ള മരുന്നാണ്. അപ്പോൾ തന്നെ ആ കുട്ടി മരുന്ന് നിർത്തി 1 മാസം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അസുഖം കൂടിയാണ് നമ്മളിലേക്ക് വന്നത്. അപ്പോൾ എന്താണ് ഹൈഡ്രോക്സിക്ലോറോക്വിന് ശരിക്കും കണ്ണിന് ടോക്സിറ്റി ഉണ്ടാക്കുമോ, കണ്ണിന് പ്രശ്നമുണ്ടാക്കുമോ, എത്ര പേർക്ക് പ്രശ്നം ഉണ്ടാക്കുമോ, എത്ര റിസ്ക് ഉണ്ട്, ഇത് വളരെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പല അസുഖങ്ങളിൽ യൂസ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ സൈഡ് എഫക്റ്റ് കുറഞ്ഞ ഒരു മരുന്നാണ് HCQ അഥവാ ഹൈഡ്രോക്സിക്ലോറോക്വിൻ. ഏറ്റവും സൈഡ് എഫക്റ്റ് കുറഞ്ഞതാണ്. എല്ലാ വാതരോഗത്തിൻ്റെ മരുന്നുകൾക്ക് ഇപ്പം മെത്തോട്രെക്സെറ്റ് ആയാലും മൈക്കോഫെൻലേറ്റ് ആയാലും എല്ലാത്തിനും ഇൻഫെക്ഷൻ്റെ റിസ്ക് കൂടും, കാരണം ഇമ്മ്യൂണോ സപ്രസിംഗ് ആണ്. പക്ഷേ ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഒരിക്കലും ഇൻഫെക്ഷൻ റിസ്ക് കൂട്ടുന്നില്ല. അതൊരു ആൻറ്റി മലേറിയൽ ഡ്രഗ് ആയതുകൊണ്ട് ഇൻഫെക്ഷൻ റിസ്ക് കൂട്ടാതെ തന്നെ അസുഖം കുറയ്ക്കുന്നു. അപ്പോൾ HCQ കഴിക്കുമ്പോൾ കണ്ണിന് പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. HCQ കൊണ്ട് കണ്ണിന് പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ അത് സാധ്യത വളരെ 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 കുറവാണ്. ഫോർ എക്സാമ്പിൾ, ആദ്യകാലങ്ങളിൽ ആളുകൾ വിചാരിച്ചിരുന്നത് HCQന് മുമ്പുള്ള ഒരു മരുന്നുണ്ടായിരുന്നു, ക്ലോറോക്വിൻ എന്ന് പറഞ്ഞിട്ട്. അതൊരു ആൻറ്റി മലേറിയക്ക് യൂസ് ചെയ്യുന്ന മരുന്ന്, അതും ഹൈഡ്രോക്സിക്ലോറോക്വിൻ്റെ ഒരു ഏർലിയർ വേരിയൻ്റ് ആണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ടോക്സിറ്റി ഉണ്ടാകാനുള്ള റിസ്ക് 10 മുതൽ 20% വരെയൊക്കെ ഉണ്ടായിരുന്നു കുറേ നാൾ കഴിച്ചു കഴിയുമ്പോൾ. പക്ഷേ HCQ കഴിച്ചു കഴിയുമ്പോൾ ആ റിസ്ക് വളരെ വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഈ കുട്ടിയാണ് 1.5 കൊല്ലമായിട്ട് ഈ മരുന്ന് കഴിച്ചിരുന്നുള്ളൂ. ഈ കൊച്ചിന് കണ്ണിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലെ ഒരു ആൾ പറഞ്ഞതുകൊണ്ട് അത് പേടിച്ച് നിർത്തിയതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, HCQ കൊണ്ട് എന്താണ് കണ്ണിന് പ്രശ്നം ഉണ്ടാകുന്നതെന്നുള്ളതാണ്. HCQ കൊണ്ട് റെറ്റിനയിൽ ചിലപ്പോൾ HCQ ഡെപ്പോസിറ്റ് ചെയ്യാം. ചില ആളുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ അവിടുത്തെ ചെറിയ കോശങ്ങൾക്ക് ഡാമേജ് വരാനും കുറച്ച് കളർ വിഷനിലൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാകാനും സാധ്യതയുണ്ട്. എത്ര കോമൺ ആണിത്? വളരെ റെയറാണ്. 5 വർഷത്തിന് ശേഷം, അതായത് HCQ തുടർച്ചയായിട്ട് 5 വർഷം കഴിയുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ, അതിൽ അങ്ങനെ 100 പേര് കഴിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്കാണ് മാക്സിമം ഇത് വരാൻ സാധ്യത. അപ്പോൾ ഒന്നാമത്തെയോ 2ാമത്തെയോ വർഷം ഇതുണ്ടാകാനുള്ള സാധ്യത ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. 5 വർഷത്തിന് ശേഷമാണ് ഇത് കാണുന്നത്. അത് തന്നെ വളരെ റെയറായിട്ടാണ് ഇത് കാണുന്നത്. പലപ്പോഴും ആർത്രൈറ്റിസുള്ള പേഷ്യൻസിന് നമ്മൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, കണ്ണിൽ ഡ്രൈനെസ് വരാം, കണ്ണിന് ചുമപ്പ് വരാം. അപ്പോൾ ആളുകൾ വിചാരിക്കും HCQ കാരണം കണ്ണിന് പ്രശ്നം വന്നതാണ്. ഒരിക്കലുമല്ല. HCQ കഴിക്കുന്നവർക്ക് കണ്ണിന് ഡ്രൈനെസ് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും HCQ കാരണമല്ല അത് വരുന്നത്. എന്തുകൊണ്ടാണ് വരുന്നത്? അത് ആർത്രൈറ്റിൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്ന, ആർത്രൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ജോഗ്രെൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ കണ്ണിന് ഡ്രൈനെസ് വരുന്നത്, കണ്ണിന് ചുമപ്പ് വരുന്നത്, കണ്ണിന് ചൊറിഞ്ഞ് തടിക്കുന്നത്, ഇതൊന്നും ഒരിക്കലും ഈ HCQയുടെ സൈഡ് എഫക്റ്റ് ഇല്ല. HCQ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് റെറ്റിനയിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് വരുന്ന കാഴ്ചയിലുണ്ടാകുന്ന ചെറിയ കുറവാണ്. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? പലപ്പോഴും നമുക്ക് HCQ കൊണ്ട് ഈ കാഴ്ചയിൽ കുറവുണ്ടാകുന്ന 5 വർഷത്തിന് ശേഷമാണ്. യൂഷ്വലി നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ 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 ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ഫോളോ അപ്പുള്ള 50,000 പേഷ്യൻസ് ഉണ്ട് നോക്കിയപ്പോൾ. അതിൽ തന്നെ ഒരു 50% എങ്കിലും HCQ കഴിക്കുന്നവരായിരിക്കും. 10,000-20,000 പേഷ്യൻ്റെങ്കിലും HCQ കഴിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിൽ തന്നെ എനിക്ക് തോന്നുന്നു HCQ മാക്യുലോപ്പതി, എൻ്റെ ഒരു പ്രാക്ടീസിൽ ഞാൻ 6-7 പേർക്കാണ് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് HCQ മാക്യുലോപ്പതി. പക്ഷേ അത് അവർക്ക് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതുകൊണ്ട് അവർക്ക് കാഴ്ചയ്ക്ക് കുറവൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്? അതാണ് അടുത്തൊരാൾ വരുന്നത്. എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത്? ടെസ്റ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ വർഷം, അതായത് തുടങ്ങി 1 വർഷത്തിനുള്ളിൽ ഒരു ബേസ് ലൈനായിട്ട് കണ്ണിൻ്റെ ഒരു പിക്ചർ എടുത്ത് നമ്മൾ വെക്കണം. അതിനുശേഷം 5 വർഷത്തെ കഴിയുമ്പോഴാണ് അടുത്ത പ്രാവശ്യം വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. 5 വർഷത്തിന് ശേഷം പിന്നെ ആനുവലി ടെസ്റ്റ് ചെയ്ത് നോക്കണം. എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഈ കണ്ണിൻ്റെ കാഴ്ചശക്തി എങ്ങനെയുണ്ട്, കണ്ണിന് എത്രമാത്രം പ്രശ്നം ഉണ്ടെന്നുള്ളത് എല്ലാ വർഷവും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം ആദ്യത്തെ നോക്കുക, അതിനുശേഷം 5 വർഷത്തിന് ശേഷം നോക്കുക. അപ്പോൾ 5 വർഷത്തിന് ശേഷം ടെസ്റ്റ് ചെയ്താൽ മതി. 5 വർഷത്തിന് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാഴ്ചയല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ ആദ്യം എന്താ നോക്കുന്നത്? ഈ HCQ കണ്ണിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് റെറ്റിന എന്ന് പറഞ്ഞ പടലമാണ് നമ്മുടെ കാഴ്ചയ്ക്കെല്ലാം റെസ്പോൺസിബിൾ. എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. കണ്ടുപിടിച്ചാൽ ആ മരുന്ന് നിർത്താനും സാധിക്കും. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തിയൊന്നും പോകത്തില്ല. അപ്പോൾ എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? കാഴ്ചശക്തി
നോർമലായിട്ടുള്ളപ്പോൾ തന്നെയാണ് പലപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആരുടെയും തന്നെ കാഴ്ച കറക്റ്റായ സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അതിന് മുമ്പ് തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്മൾ നിർത്തും, അപ്പോൾ ഡാമേജ് വരില്ല. പലപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യില്ല, 10 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യില്ല, അങ്ങനെ വരുമ്പോഴാണ് കാഴ്ച മങ്ങിത്തുടങ്ങുന്നത്. ഒരു 10-12 വർഷം കഴിയുമ്പോഴായിരിക്കും കാഴ്ച മങ്ങുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കണ്ണിൻ്റെ കാഴ്ച മങ്ങാനായിട്ട് ഏറ്റവും കോമൺ കാര്യം ഏതാണ്? നമുക്കെല്ലാം അറിയാം, കാറ്ററാക്റ്റ് ആണ്, അല്ലെങ്കിൽ കണ്ണിൻ്റെ പവർ വരുന്നതാണ്, പവറിൽ വരുന്ന വേരിയേഷനാണ്. ഇതൊന്നും HCQ കൊണ്ട് വരുന്നതല്ല. കണ്ണിൻ്റെ പവർ വേരിയേഷൻ വരുന്നതാണെങ്കിലും, കണ്ണിൽ തിമിരം വരുന്നതാണെങ്കിലും, കണ്ണിന് ഡ്രൈനസ് വരുന്നതാണെങ്കിലും, അതുപോലെ കണ്ണിന് ചൊറിച്ചിൽ വരുന്നതും കണ്ണിന് ചുവപ്പ് വരുന്നതും കണ്ണിന് ഡ്രൈ ആകുന്നതൊന്നും ഹൈഡ്രോക്സിക്ലോറോക്വിൻ കൊണ്ടല്ല. അപ്പോൾ ഹൈഡ്രോക്സിക്ലോറോക്വിനെ കുറിച്ച് പറയാനുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രഗാണ്. അത് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത്, ഇത് മാത്രമേ ഒരു ഐ ടോക്സിറ്റിയാണ്, അതിന് തന്നെ വേറെ റെയറായിട്ട് വരുന്നതാണ്. അത് 5 വർഷത്തിന് ശേഷം എല്ലാ വർഷവും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഒരേ ഒരു പ്രശ്നം, ഇതിൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് എക്സ്പെൻസീവാണ്. ഒരു 3000 രൂപയൊക്കെ ആകും. അതൊരു കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള ടെസ്റ്റാണ്. അതിനുള്ള ഓൾട്ടർനേറ്റീവ്സും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വെച്ച് വരുന്നുണ്ട്. അപ്പം വരും വർഷങ്ങളിൽ അതും ചീപ്പാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. HCQ നിങ്ങൾ ഡോക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അതിന് ഇപ്പം അലർജി ഉണ്ടാകുന്നു, ചിലർക്ക് അലർജി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ അത് കഴിച്ച് കഴിയുമ്പോൾ ചൊറിച്ചിൽ വരുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത് നിർത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ നിർത്താൻ പാടുള്ളൂ. ആരെങ്കിലും നിങ്ങളെ കണ്ണിൻ്റെ പ്രശ്നം പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറോട് പോയി ചോദിക്കുക. ഡോക്ടറോട് പോയി ചോദിച്ച് നല്ലൊരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ ഒരു അഡ്വൈസ് കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് HCQ കാരണമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും.